അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 15/11/2025 ഇന്ന് മേട്രൻ ഗ്രേഡ് 1 380/2024 അതിൻ്റെ മലപ്പുറം കാസർഗോഡ് ജില്ലകളുടെ പരീക്ഷയാണ് ഇന്ന് നടന്നത്. കൂടാതെ ഫോട്ടോഗ്രാഫർ, അതുപോലെ തന്നെ ലിഫ്റ്റ് ഓപ്പറേറ്റർ, മിക്സിംഗ് യാർഡ് സൂപ്പർവൈസർ ഇങ്ങനെയുള്ള തസ്തികകളിലെല്ലാം കൂടെ തന്നെ കോമൺ ആയിട്ടാണ് പരീക്ഷ ഇന്ന് നടന്നത്. അതിൽ ഇതിൻ്റെ അകത്ത് സിലബസ് എന്ന് പറയുന്നത് GK 50 മാർക്കും 20 മാർക്ക് ആനുകാലിക വിഷയങ്ങളും കണക്ക്, മലയാളം, ഇംഗ്ലീഷ് എന്നിവയ്ക്ക് 10 മാർക്ക് വീതവുമായിരുന്നു ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് മേട്രൻ ഗ്രേഡ് 1-ന് 380/2024 മലപ്പുറം ജില്ലയിൽ 56,720 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ 16,110 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്തത്. ഇതിൽ 63% ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എത്തിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. എങ്കിലും ഈ പരീക്ഷയെ സംബന്ധിച്ച് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് ഓരോ ജില്ലയിലും വ്യത്യാസം വന്നിരിക്കും. അതുപോലെ തന്നെ 581/2024 ഫോട്ടോഗ്രാഫറുടെ 806 പേരാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്, പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. അതുപോലെ തന്നെ മിക്സിംഗ് യാർഡ് സൂപ്പർവൈസർ അതിൻ്റെ അകത്ത് 040/2024 അതിനകത്ത് 1003 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്തത്. അതുപോലെ തന്നെ ലിഫ്റ്റ് ഓപ്പറേറ്റർ ഓരോ ജില്ലയിലും, അതായത് 083/2024 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട. തിരുവനന്തപുരം ജില്ലയിൽ 654 പേര്, കൊല്ലം ജില്ലയിൽ 174 പേര്, പത്തനംതിട്ട ജില്ലയിൽ 111 പേര്, ആലപ്പുഴ ജില്ലയിൽ 116 പേര്, കോട്ടയം ജില്ലയിൽ 112 പേര്, ഇടുക്കി ജില്ലയിൽ 88 പേര്, എറണാകുളം ജില്ലയിൽ 374 പേര്, തൃശ്ശൂർ ജില്ലയിൽ 188 പേര്, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ 199 പേര്, മലപ്പുറം ജില്ലയിൽ 125 പേര്, കോഴിക്കോട് ജില്ലയിൽ 204 പേര്, അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ 70 പേര്, കണ്ണൂർ ജില്ലയിൽ 138 പേര്, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ 79 പേര്. ഇങ്ങനെയാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തവരുടെ എണ്ണം. അപ്പോൾ ഓരോ തസ്തികയ്ക്കും കട്ട് ഓഫ് മാർക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഓരോ തസ്തിക എടുത്താലും ആ തസ്തികയ്ക്ക് ലഭിക്കുന്ന കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും. പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായ അവലോകനം ധാരാളം ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരീക്ഷ പൊതുവെ നല്ല എളുപ്പമുള്ള പരീക്ഷയായിരുന്നു അല്ലേ? എന്നാൽ അത്രയധികം മീഡിയം ലെവലും അല്ല, മീഡിയം ലെവലിനേക്കാളും മുകളിലുള്ള ഒരു പരീക്ഷയായിട്ടാണ് ഇന്ന് പല ഉദ്യോഗാർത്ഥികളും എന്നോട് അഭിപ്രായം രേഖപ്പെടുത്തിയത്. അപ്പോൾ പൊതുവെ അങ്ങനെ വരുമ്പോൾ കട്ട് ഓഫ് മാർക്ക് കൂടാനുള്ള സാധ്യത ഏറെയാണ്. പരീക്ഷയിൽ GKയുടെ ഭാഗത്തുനിന്നും ധാരാളം ക്വസ്റ്റ്യനുകൾ വളരെ എളുപ്പമുള്ളതുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല നിലവാരം പുലർത്തിയ ചോദ്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് ഉദ്യോഗാർത്ഥികൾ അഭിപ്രായം രേഖപ്പെടുത്തി. അതുപോലെ തന്നെ ആനുകാലിക വിഷയങ്ങളാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട പഠിച്ചുകൊണ്ടുപോയ പല ചോദ്യങ്ങളും, ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്ത പല ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. ഞാൻ NCERT ക്വസ്റ്റ്യനും SCERT ക്വസ്റ്റ്യൻസും എല്ലാം തന്നെ ഞാൻ പ്രത്യേകമായിട്ട് 2025 പ്രത്യേകമായിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. പല ഉദ്യോഗാർത്ഥികളും കണ്ടോ എന്നറിയത്തില്ല, എങ്കിലും അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ധാരാളം ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യനൊക്കെ തന്നെ ഈ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കണക്കിന്റെ ഭാഗത്തുനിന്ന് ഇന്നും പല കുട്ടികൾ പറഞ്ഞു, എല്ലാ പരീക്ഷയ്ക്കും പറയാറുള്ളത് തന്നെ കണക്ക് ചെയ്ത് അവസാന നിമിഷം കൂടുതൽ ചെയ്യാതെ വിട്ട ചില കാര്യങ്ങളൊക്കെ തന്നെ ഉദ്യോഗാർത്ഥികൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് ഈ പരീക്ഷയ്ക്കും കുട്ടികൾ വരുത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ നെഗറ്റീവ് മാർക്ക് എത്രയുണ്ട് എന്നുള്ളത് പ്രൊഫഷണൽ ആൻസർക്ക് വന്നാലേ അറിയത്തുള്ളൂ. എങ്കിലും നെഗറ്റീവ് മാർക്ക് വരുത്തിയിട്ടുണ്ടെന്നാണ് പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായം രേഖപ്പെടുത്തിയത്. ഇനി നമുക്ക് കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഒരു വിശദമായ അവലോകനം നമുക്ക് നോക്കാം. മേട്രൻ ഗ്രേഡ് 1 അതായത് 380/2024 മലപ്പുറം ജില്ലയിൽ 60-നും 65-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത ഏറെ. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ജില്ലയിൽ 62-നും 67-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ 581/2024 ഫോട്ടോഗ്രാഫർ 806 പേരാണ് പരീക്ഷ എഴുതിയത്. അതിനും 60-ന് മുകളിൽ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. ഇനി നമുക്ക് മിക്സിംഗ് യാർഡ് സൂപ്പർവൈസർ അതായത് 040/2024 അതിനും 60-ന് മുകളിൽ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. ധാരാളം ഉദ്യോഗാർത്ഥികൾ അഭിപ്രായം പറഞ്ഞതനുസരിച്ചാണ് മാർക്ക് ഞാൻ ഏകദേശം കട്ട് ഓഫ് മാർക്ക് എത്ര വരും എന്നുള്ള
ഒരു ഒരു ധാരണയിൽ എത്തിച്ചേർന്നത്. ഇനി നമുക്ക് ലിഫ്റ്റ് ഓപ്പറേറ്ററുടെ നമുക്ക് നോക്കാം. 083/2024. അതിനകത്ത് തിരുവനന്തപുരം ജില്ലയിലും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ 60-ന് മുകളിൽ തന്നെ കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത. കൊല്ലം ജില്ലയിലും 55-നും 60-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. പത്തനംതിട്ട ജില്ല എടുത്താലും 55-നും 60-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. ആലപ്പുഴ ജില്ല എടുത്താലും 55-നും 60-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത ഏറെയാണ്. കോട്ടയം ജില്ലയിൽ 58-നും 63-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. ഇടുക്കി ജില്ല എടുത്താൽ ഇടുക്കി ജില്ലയിൽ 55-നും 58-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. എറണാകുളം ജില്ലയിൽ 55-നും 60-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. തൃശ്ശൂർ ജില്ല എടുത്താലും ഇതുപോലെ തന്നെ 58-നും 60-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലും 55-നും 60-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത ഏറെയാണ്. മലപ്പുറം ജില്ല എടുത്താലും 55-നും 60-നും ഇടയ്ക്കാണ് കട്ട് ഓഫ് മാർക്ക് സാധ്യത ഏറെ. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ല എടുത്താലും 58-നും 63-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വയനാട് ജില്ലയിലും 55-നും 60-നും ഇടയ്ക്കാണ് കട്ട് ഓഫ് മാർക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിലും 55-നും 60-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. കാസർഗോഡ് ജില്ല എടുത്താലും 55-നും 60-നും ഇടയ്ക്കാണ് കട്ട് ഓഫ് മാർക്കിന് സാധ്യത ഏറെ. ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായങ്ങളിൽ നിന്ന് ആണ് കട്ട് ഓഫ് മാർക്ക് അവരവർക്ക് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലും പിന്നെ എത്ര പേരുടെ ലിസ്റ്റാണ് PSC ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്നും എത്ര നിയമനങ്ങളൊക്കെ നടന്നു എന്നതിനെയൊക്കെ ആസ്പദമാക്കിയാണ് കട്ട് ഓഫ് മാർക്ക് വിലയിരുത്തുന്നത്. അപ്പോൾ പലവിധ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ അകത്ത് ഉൾച്ചേർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പലവിധ കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏകദേശം ഒരു ധാരണയിൽ കട്ട് ഓഫ് മാർക്ക് എത്ര വരും എന്നതിനെക്കുറിച്ച് ഒരു വിശദമായ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്ന അതനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് തയ്യാറാക്കിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.